പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നാളുകളായി JCNDST എന്ന ഗ്രൂപ്പിലൂടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം നാം ഈ നാളുകളിൽ കൂടുതൽ അനുഭവിക്കുവാനായിട്ട്, ദൈവവചനത്തിന്റെ സത്യം ഈ നാളുകളിൽ നമുക്ക് അത് കൂടുതൽ ഗ്രഹിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. മാനുഷികമായിട്ടുള്ള ബുദ്ധിയോ ബുദ്ധിയുടെ പ്രമാണമോ മാനുഷികമായിട്ടുള്ള ജ്ഞാനമോ അല്ല, ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നുവോ അതിനോട് അല്പം പോലും കൂട്ടിച്ചേർക്കാതെ, ദൈവവചനത്തിൽ നിന്ന് ഒന്നും എടുത്തു കളയാതെ പരിപൂർണമായി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ JCNDST എന്ന ഗ്രൂപ്പിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് തരുന്ന ആയുസ്സോളം അങ്ങനെ തന്നെ നിറവേറ്റപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചിന്തിക്കുന്ന വിഷയം സർവ്വസാധാരണമായി പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പിതാവ് പുത്രൻ ഒരു വ്യക്തി തന്നെയാണ്. ഒരു വ്യക്തിക്ക് തന്നെ പിതാവും അതേ വ്യക്തി തന്നെ പുത്രനുമായി, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ പുത്രന്റെ പിതാവായി ഒരു വ്യക്തി തന്നെ കടന്നു വരിക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന സംഗതിയാണ്. യേശുവിന്റെ അപ്പൻ യേശു തന്നെയാണ്. നല്ല ചോദ്യമാണ്, ന്യായമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. സർവ്വസാധാരണമായി മനുഷ്യർ ചിന്തിക്കുന്ന ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിൽ ഞങ്ങൾ വ്യക്തമായിട്ടുള്ള മറുപടി കഴിഞ്ഞ നാളുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ആ ചോദ്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് ആവലാതികളൊന്നുമില്ല. കാരണം നമ്മൾ മനുഷ്യരാണല്ലോ. നമുക്ക് തന്നെ നമ്മുടെ മകനാകാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല എന്ന് നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എനിക്ക് എൻ്റെ മകനാകാൻ കഴിയില്ല, എൻ്റെ മകന് ഞാനാകാനും കഴിയില്ല. അപ്പൊ അത് മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ്, അത് ശരിയാണ്. കർത്താവ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ഒരു സംഗതിയുണ്ട്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ വന്നുകൊണ്ടുള്ളവൻ, ഞാൻ സ്വർഗീയൻ. യേശുക്രിസ്തുവിനെ പഠിക്കേണ്ട വിധത്തിൽ പഠിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ അത് ഗ്രഹിക്കാത്തത് കൊണ്ടും കടന്നു വരുന്ന ചില ചോദ്യങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ കടന്നു വരുന്ന ചില പരാജയങ്ങൾ മാത്രമേ അതിനെ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. മനുഷ്യനായിരിക്കും നമുക്ക് സാധിക്കുകയാലും നമുക്ക് നമ്മുടെ മകനാകാൻ കഴിയില്ല, നമ്മുടെ മകന് നമ്മളാകാനും കഴിയില്ല. ഒരു വ്യക്തി തന്നെ പിതാവും ആ വ്യക്തി തന്നെ തന്റെ പുത്രനുമാകാനായിട്ട് കഴിയില്ല. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള, മാനുഷിക ചിന്തയിൽ അത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എന്നാൽ ബൈബിൾ അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ആരാണെന്നുള്ള നമ്മുടെ അറിവിന്റെ പോരായ്മകളാണ് അവിടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കാരണം. അല്ലെങ്കിൽ ദൈവവചന പരിജ്ഞാനത്തിന്റെ കുറവാണ് അതിന്റെ കാരണം. ഉദാഹരണം, യെശയ്യാ പ്രവചനത്തിൽ തന്നെ നമുക്കൊരു വാക്യം കാണാം. യെശയ്യാ 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇതാരാ? എത്ര പേരാണ്? നമുക്കൊരു ശിശു ജനിച്ചു, നമുക്കൊരു പുത്രൻ അല്ലെങ്കിൽ ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു,
അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു. ഇങ്ങനെ അവർ ആ പറയുന്നത് 6 വ്യക്തിയെക്കുറിച്ചാണോ, വ്യക്തികളെ കുറിച്ചാണോ? ഒരിക്കലുമല്ല. ബേഥലഹേമിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ശിശുവെന്നും മകനെന്നും ദൈവമെന്നും മന്ത്രിയെന്നും പിതാവെന്നും പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ. ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മാനുഷികമായി അതിനെ വിലയിരുത്തിയാൽ നമുക്ക് ഒരു പിടിയും കിട്ടുകയില്ല. മനുഷ്യരെ കൊണ്ട് ഒരിക്കലും അപ്പനും മോനും ആകാനായിട്ട് പറ്റില്ല. അപ്പനും മോനും ആകാം, നമുക്ക് നമ്മുടെ അപ്പന് നമുക്ക് മകനാകാം, അതുപോലെ നമ്മുടെ മകന് നമുക്ക് അപ്പനും ആകാൻ കഴിയും. പക്ഷെ ഒരു വ്യക്തി തന്നെ അപ്പനും മകനും ആകാനായിട്ട് മാനുഷികമായി ഒരിക്കലും കഴിയില്ല. അപ്പൊ മാനുഷികമായി ചിന്തിക്കുന്ന മനുഷ്യന്റെ ആ ചിന്ത എന്ന് പറഞ്ഞാല് സ്വന്തം വിവേകത്തിൽ ഊതുക എന്ന് തന്നെ പറയാം. സ്വന്തം വിവേകത്തിൽ ഊതിയാൽ നമുക്കതിന് ഉത്തരം കിട്ടുകയില്ല, അതിന് ഉത്തരവില്ല, ഒരിക്കലും സാധ്യമല്ലെന്നേ പറയാൻ പറ്റൂ. പക്ഷേ ബൈബിളിൽ അതിന് പ്രധാനമായി പറയുന്ന വാക്യം, യഥാർത്ഥത്തിൽ ബൈബിളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യരാൽ അസാധ്യമായിട്ടുള്ളതെല്ലാം ദൈവത്താൽ സാധ്യം. മനുഷ്യന് കഴിയില്ലെന്നേ. മനുഷ്യന് അപ്പന് തന്നെ മകനാകാൻ കഴിയില്ല, പക്ഷെ ദൈവത്തിന് കഴിയും. പിതാവായവൻ തന്നെ പുത്രനായി ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് കഴിയും. അപ്പോൾ മനുഷ്യന് കഴിയാത്തത് ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം, ക്രിസ്ത്യ വിശ്വാസം എന്ന് പറയുന്നത്. മനുഷ്യന്റെ നോട്ടത്തിലും മനുഷ്യന്റെ അന്വേഷണത്തിലും ചിന്തയിലും അവന്റെ ബുദ്ധിയുടെ പ്രമാണം വെച്ച് നോക്കിയാൽ കഴിയാത്ത പലതും ദൈവത്തിന് കഴിയും എന്ന് വിശ്വസിക്കുന്നതാണ്. അങ്ങനെ വിശ്വസിച്ച് നടക്കുന്നവരാ വിശ്വാസികൾ. യേശു ക്രിസ്തു പുത്രൻ മാത്രമാണെന്ന് പഠിക്കാനായിട്ട് ഒരറിവും വേണ്ട, ബൈബിൾ ഒന്ന് വായിച്ചാൽ മാത്രം മതി. യേശു പുത്രനാണ്, ദാവീദിന്റെ പുത്രനാണ്, അബ്രഹാമിന്റെ ആ പുത്രനാണ്, സ്ത്രീയുടെ സന്തതിയാണ്, മനുഷ്യനാണ്, മനുഷ്യപുത്രനാണ്, ദൈവപുത്രനാണ്. ഇതൊക്കെ പഠിക്കാനായിട്ട് മറ്റാരുടെ അറിവൊന്നും വേണ്ട. ഒരു നിരീശ്വരവാദി വായിച്ചാലും ഈ ലോകത്തിൽ ആര് വായിച്ചാലും യേശു ദൈവപുത്രനാണെന്ന് പറയുന്നത് വലിയൊരു മർമ്മമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ദൈവപുത്രൻ 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 എന്ന് പറയുന്ന വ്യക്തി കേവലം പുത്രനായി മാത്രം അവനെ തരം താഴ്ത്തി കളഞ്ഞ് നമ്മൾ പഠിച്ചാൽ അത് പൈശാചികമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്ന് അന്ന് നിങ്ങൾ അറിയുമെന്ന്. ഞാൻ തന്നെയാണ്, നിങ്ങൾ ഉയർത്തിയ മനുഷ്യപുത്രൻ തന്നെയാണ് അവനെന്ന് അന്ന് നിങ്ങൾ അറിയും. ഞാൻ അവനാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യോഹന്നാൻ 8:24. ഞാൻ അവനാകുന്നുവെന്ന്, ഞാനാകുന്നു അവൻ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഐ ആം ദാറ്റ് ഐ ആം. അപ്പം ബൈബിളിലെ പഠനവും മാനുഷിക ചിന്ത വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ട് നമ്മൾ ഈ കാലങ്ങളിൽ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിന് തന്നെ യേശുവിന്റെ പിതാവാകാൻ കഴിയുമോ എന്നുള്ള ചോദ്യം മാനുഷികമാണ്, അത് ദൈവികമല്ല. ഈ പിതാവിന് തന്നെ തന്റെ പുത്രനായിരിക്കാൻ കഴിയുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് യെശയ്യാ പ്രവചനത്തിൽ ഞാൻ എടുത്തു തന്നത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കറിയാതെ ബേത്ലഹേമില്ല. നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, അത് കാൽവരി ക്രൂശിലാണ്. അവൻ ആരാണെന്നുള്ളത് പിന്നെ വ്യക്തമാക്കുന്നു. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, അവൻ നിത്യപിതാവാണ്. വീരനാം ദൈവമാണെങ്കിൽ 2 വീരനാം ദൈവങ്ങളുണ്ടോ? ഒരിക്കലും ഇല്ല, 2 വീരനാം ദൈവങ്ങളില്ല. അപ്പം ബൈബിൾ പഠിക്കേണ്ട വിധത്തിൽ പഠിക്കുകയും പഠിപ്പിക്കേണ്ട വിധത്തിൽ പഠിപ്പിക്കുകയും ചെയ്താൽ നമ്മൾ വ്യാജ ഉപദേശത്തിലേക്ക് കടന്നു പോകേണ്ട ഗതികേട് വരില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ യേശു ക്രിസ്തു ഇടയന, ആടുകളുടെ വലിയ ഇടയന യേശു ക്രിസ്തു. ഹല്ലേലൂയ.
അപ്പോൾ തന്നെ യേശു ക്രിസ്തു ആടാ. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുക എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശു ദൈവ കുഞ്ഞാടാണ്. ആടുകളെ പരിപാലിക്കുക എന്നുള്ള വിഷയത്തിൽ യേശു ഇടയനുമാണ്. അവൻ യാഗ കുഞ്ഞാടായിരിക്കുമ്പോൾ യാഗം കഴിക്കേണ്ട മഹാപുരോഹിതൻ ആരെന്ന് ചോദിച്ചാൽ അവൻ തന്നെയാണ് മഹാപുരോഹിതൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അപ്പോൾ അവൻ പിതാവാണ്, അപ്പോൾ തന്നെ അവൻ തന്നെയാണ് പുത്രൻ. അവൻ യാഗം കഴിക്കുന്ന മഹാപുരോഹിതനാണ്, അപ്പോൾ തന്നെ യാഗവസ്തുവായ ദൈവ കുഞ്ഞാടാണ്. യേശു തന്നെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ താൻ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ദാവീദ് യേശുവുമായിട്ടുള്ള ബന്ധം. അവര് പറഞ്ഞു, മനുഷ്യപുത്രൻ, അവൻ ദാവീദിന്റെ പുത്രനാ. യേശു ചോദിച്ചു, ദാവീദ് പരിശുദ്ധാത്മാവിൽ കർത്താവ് എന്ന് വിളിക്കുന്നു, പിന്നെ ദാവീദിന്റെ പുത്രനാകുന്നത് എങ്ങനെയാ? യെശയ്യാപ്രവചനം 22:16 വെളിപ്പാട് പുസ്തകം 22:16 നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ദാവീദിന്റെ വേരും വംശവുമാണ്. വേരെന്ന് പറഞ്ഞാൽ ദാവീദ് മുളച്ചു വരാൻ കാരണക്കാരൻ, ദാവീദിനെ ഇവിടേക്ക് ഈ ഭൂമിയിലേക്ക് വരുവാൻ കാരണക്കാരനായ വേര്, അത് പിതാവ്. യേശു ക്രിസ്തു ദാവീദിന്റെ പിതാവാണ്, അപ്പോൾ തന്നെ ദാവീദിന്റെ പുത്രനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ അങ്ങനെ ആകാൻ? ഒരു വ്യക്തിയുടെ അപ്പനും മകനും അപ്പനും മകനുമാകാനായിട്ട് ആർക്കെങ്കിലും കഴിയുമോ? നമുക്ക് കഴിയില്ലെന്നേ. പക്ഷേ മനുഷ്യന് അസാധ്യമായിട്ടുള്ളതല്ല സർവശക്തനായ ദൈവത്താൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാ വിശ്വാസം. അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണം, യേശുവിനെ യഹോവ എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണം, യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണം. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ പറയേണ്ടതായിട്ട് വരും. സകല മുഴങ്കാലും ഒരിക്കൽ മടങ്ങും. സകലമായും യേശു കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരും എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ യേശു ആരാണെന്ന് വ്യക്തമായിട്ടുള്ള വെളിപ്പാട് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിനോട് മറുതലിക്കുക എന്നുള്ളത് മാനുഷിക ജ്ഞാനം വെച്ച് ദൈവവചനത്തെ കൂട്ടിക്കളയുക എന്നുള്ളത് സാത്താന്റെ വലിയ തന്ത്രമാണ്. ഇവിടുത്തെ പെന്തക്കോസുകാര് നല്ല വിഭാഗവും യേശു ക്രിസ്തു ദൈവമാണെന്ന് പഠിപ്പിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നല്ലൊരു ഭാഗം യേശുവിനെ ദൈവമായിട്ട് ആരാധിക്കുന്നു. ഒരു വിരളിൽ എണ്ണാവുന്ന ചില വ്യക്തികള് ഏതാ യേശുവിനെ അയച്ച ഒരു പിതാവുണ്ട് എന്ന് ഉള്ള വാക്യമെടുത്ത് അത് വെച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം നടത്തുക. കുറച്ചുപേരെ വിരലിൽ എണ്ണാവുന്ന, ലോകത്തിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേര്. അത് നമുക്ക് പ്രശ്നമില്ല. പെന്തക്കോസ്തുകാരിൽ ബഹുഭൂരിപക്ഷവും യേശു ക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കുന്നവര്, അത് സംശയമൊന്നുമില്ല. അപ്പോ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ദാവീദിന്റെ അപ്പനാണ്, അപ്പോൾ തന്നെ യേശു ക്രിസ്തു ദാവീദിന്റെ പുത്രനും കൂടിയാണ്. ഇതെങ്ങനെ കഴിയും? എങ്ങനെ സാധിക്കും? മനുഷ്യന് കഴിയില്ല. മനുഷ്യന് അസാധ്യമായിട്ടുള്ളതല്ല ദൈവത്താൽ സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റു പറയണം നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ. അങ്ങനെ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ എന്താ? അതാണ് ഞാൻ യോഹന്നാൻ 8:24 പറഞ്ഞത്, ഞാൻ അവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന. യേശു യഹോവ എന്ന് വിശ്വസിക്കാത്ത ഏതൊരു വ്യക്തിയും പാപിയാണെന്ന് ഞാനല്ല, വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു യഹോവ എന്ന് വിശ്വസിക്കാത്ത സകലരും പാപികളാണ് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ.
ഈ സത്യം തുറന്നു പറയാനാ കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അതിനുവേണ്ടി ദൈവം തന്ന ഒരു മാധ്യമമാണല്ലോ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ. ഈ അന്ത്യകാലത്ത് കർത്താവ് അങ്ങനെ ഒരു സംവിധാനം തന്നതുകൊണ്ട് ഞങ്ങളും ഈ ഫീൽഡിൽ JCNDSD എന്ന ഗ്രൂപ്പിലൂടെ ഈ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ സത്യദൈവം എന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തി ക്രിസ്ത്യാനിയല്ല, അവൻ പാപിയാണ്. യേശുക്രിസ്തു മഹാദൈവം എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. തീത്തോസ് 2:12 മഹാദൈവവും നമ്മുടെ രക്ഷിതാവും. മഹാദൈവം തന്നെ രക്ഷകനായി വരണമെന്ന് പ്രമാണമുണ്ട്. യെശയ്യാവ് 25:9 അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ വന്ന് നമ്മളെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ. യഹോവയാണ് രക്ഷകനായി കടന്നു വരുന്നത്, യഹോശുവ. ഈ സത്യമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സാത്താനിക ശക്തി ഇന്ന് പല സ്ഥലങ്ങളിൽ പുലമ്പുന്നുണ്ട്. പക്ഷേ അനവധി ആൾക്കാരൊന്നും അങ്ങോട്ട് വീഴുന്നില്ല. ഇവിടുത്തെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ നല്ല ബഹുഭൂരിപക്ഷം ആൾക്കാരും യേശുവിനെ ആത്മാവിലും സത്യത്തിലും അവർ ആരാധിക്കുന്നു. യേശു ദൈവമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയ സ്നേഹിതരെ, നമുക്കറിയാം, ഞാനൊരു വാക്യം കൂടെ ശ്രദ്ധയിൽ, ഞാനിപ്പോൾ 2-3 തെളിവ് തന്നു. യേശു പിതാവിന് തന്നെ പുത്രനാകാൻ കഴിയും. യെശയ്യാ 9:6 മഹാപുരോഹിതൻ തന്നെ യാഗം, യേശുക്രിസ്തു യാഗ കുഞ്ഞാടാണ്. യാഗം കഴിക്കേണ്ട, അവിടെ ശുശ്രൂഷ ചെയ്യേണ്ട മഹാപുരോഹിതനും യേശുക്രിസ്തു തന്നെയാണ്. ഒരുവന് തന്നെ യാഗം കഴിക്കേണ്ട പുരോഹിതനും യാഗവസ്തുവുമായി ഒരുവന് തന്നെ വരാൻ കഴിയും. ആർക്ക്? മനുഷ്യർക്ക് കഴിയില്ല, ദൈവത്തിന് കഴിയും. ഒരുവന് തന്നെ ദാവീദിന്റെ അപ്പനാകാനും ദാവീദിന്റെ മകനാകാൻ കഴിയും. എനിക്കും നിങ്ങൾക്കും കഴിയില്ല, ദൈവത്തിന് കഴിയും. ആമേൻ. ഇത് വിശ്വസിച്ചേ പറ്റൂ. ഇത് വിശ്വസിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാ. നമുക്കറിയാവുന്ന ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. ഫിലിപ്പർ 2:6 അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ആ പ്രയോഗങ്ങളൊന്ന് ശ്രദ്ധിച്ചേ പ്രിയ സ്നേഹിതരെ. യേശു ദൈവമല്ല എന്ന് പെട്ടെന്ന് പറയാനായിട്ട് സാധാരണ വായിക്കാൻ അറിയാവുന്നവർക്കും യേശു പുത്രനാണെന്ന് പറഞ്ഞു നടക്കാനായിട്ട് ഒരു വിഷമവും ഇല്ല. അതിനൊന്നും പ്രത്യേക ജ്ഞാനമോ വായിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ അറിഞ്ഞാൽ മതി. വായിക്കാൻ അറിഞ്ഞാൽ മതി. അതിന് ദൈവകൃപയുടെ ആവശ്യമില്ല, അതിന് മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല, അതിന് വചനം പഠിക്കേണ്ട ആവശ്യമില്ല, അത് പ്രത്യേകിച്ച് എടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. വായിക്കാൻ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും യേശു പുത്രനാണെന്ന് പറഞ്ഞു നടക്കാനായിട്ട് കഴിയും. അതിലൊന്നും വലിയ കഥയില്ല, അതിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ അവൻ ദൈവരൂപത്തിലിരിക്കുക. എന്താ ദൈവരൂപം? ദൈവത്തിന്റെ എന്താ രൂപം? അവന്റെ രൂപം എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവ ആത്മാവാണ്. യോഹന്നാൻ 4:24 ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? അവൻ ആത്മാവായ ദൈവമായിരിക്കെ. ആ രൂപത്തിന് മാറ്റമൊന്നുമില്ല. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ദൈവരൂപത്തിൽ ആത്മാവായ ദൈവമായിരിക്കുമ്പോൾ തന്നെ അതിന് മാറ്റം വരുത്താതെ, ആ രൂപത്തിലൊന്നും മാറ്റം വന്നിട്ടില്ല. പിന്നെ അവൻ എന്ത് ചെയ്തു? ആ വേഷത്തിന് മാത്രം ആ മാറ്റം വന്നു. ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു. എന്താ തന്നെത്താൻ ഒഴിച്ചത്? ദൈവമെന്ന ആ പദവി ഏതാ? ആ ദൈവമായിരിക്കെ തന്നെ ദൈവമെന്ന പദവിയിൽ നിന്ന് ഇവിടെ നമുക്ക് തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി. വേഷത്തിൽ മനുഷ്യനായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ?
മനുഷ്യനല്ലെന്നേ. നമുക്ക് വേണ്ടി അവൻ ഒരു മനുഷ്യവേഷം, സാധാരണ ഇവിടുത്തെ യേശുനാമക്കാരൊന്നും എഴുതിയ ഒരു പാട്ടല്ല, എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു പാട്ടുണ്ട്. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ, തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ, വാഴ്ത്തിടുന്നു 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 ഞാൻ, എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ, എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന യേശു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയവൻ. POC ബൈബിളിൽ ഇങ്ങനെ വാക്യം, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. സൃഷ്ടിക്കൊരിക്കലും സൃഷ്ടിതാവിനെ പൂർണ്ണമായി ഗ്രഹിക്കുവാനായിട്ട് കഴിയില്ല. അത് ഈ ഭൂമിയിൽ വെച്ച് കഴിയില്ല. അതുകൊണ്ടാണ് ഈ തർക്കവാദങ്ങൾ. വെളിപ്പെടുത്തി കൊടുത്ത കാര്യം മാത്രമേ നമുക്കത് ഗ്രഹിക്കാൻ കഴിയൂ. ദൈവത്തിന് സ്തോത്രം. ദൈവ ആത്മാവാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞ അവൻ ആത്മാവായി ഇരിക്കെ തന്നെ അതിന് മാറ്റം വരാതെ വേഷത്തിനൊരു മാറ്റം വന്നു. അവന്റെ രൂപം എന്തോ ആ രൂപത്തിന് മാറ്റം വന്നില്ല, വേഷത്തിൽ മാറ്റം വന്നു. യോഹന്നാൻ 1:18 വായിക്കുമ്പോൾ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏകജാതൻ എന്ന് പറയുന്നത് അവന്റെ മടിയിലിരിക്കുന്നു. നമ്മുടെ മലയാളത്തിൽ പറയുന്ന അർത്ഥമല്ല മൂലഭാഷയിലും ഇംഗ്ലീഷിലും ഉള്ളത്. ഇംഗ്ലീഷിൽ ബോസം എന്നാ പറഞ്ഞിരിക്കുന്നത്. ബോസം എന്ന് പറഞ്ഞാൽ എന്താ? നെഞ്ച്, മാറിടം, ഹൃദയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന് ഹൃദയമുണ്ട്. ദൈവത്തിന്റെ വിചാരത്തിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ ഇരിക്കുന്ന എന്ന് പറഞ്ഞാൽ തന്റെ വിചാരത്തിലുള്ള, തന്റെ പദ്ധതിയിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയെ അവിടെ എടുത്തു കാണിക്കുന്നു പരിശുദ്ധാത്മാവ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ദൈവ ആത്മാവാണ്. ഹല്ലേലൂയ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ഹല്ലേലൂയ. ജീസസ് ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് ആത്മാവിൽ നമ്മളെ പഠിപ്പിച്ച് ഗ്രഹിപ്പിച്ചു തരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്നും നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശു പുത്രനാണ്, പുത്രനാണ്, കേവലം പുത്രനാണ്, പുത്രനെ ആരാധിക്കേണ്ട, യേശുവിനെ ആരാധിക്കേണ്ട എന്ന് പറയുന്ന പൈശാചിക ശക്തി അവർക്ക് കഴിയുന്ന വിധത്തിൽ ജഡത്തിൽ കിടന്ന് ഇവിടെ എന്തെല്ലാം പ്രഹസനങ്ങൾ കാണിച്ചാലും ആത്മാവിൽ, ഹൃദയത്തിൽ യേശു ക്രിസ്തു ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ വെളിപ്പാടിന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്നും ശക്തമായി വ്യാപരിക്കുന്നുണ്ട്. ഈ അന്ത്യകാലത്ത് അനേക വ്യക്തികൾ യേശു മാത്രം ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് അനേകര് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ, യേശു ദൈവമല്ല, കേവലം പുത്രൻ മാത്രമെന്ന് പഠിപ്പിക്കുന്ന വ്യാജത്തിന്റെ ആത്മാവ് ഇവിടെ അവരുടെ മാനുഷിക ബുദ്ധിയുടെ പ്രമാണം വെച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്റെ സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവരൂപത്തിലിരിക്കെ ദൈവത്വം അവിടുന്ന് തന്നെ മാറ്റി വെച്ചിട്ടില്ല. ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ ദൈവമായി തന്നെ ഇരിക്കെ, അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ്. അതാണ് ജഡത്തിൽ വെളിപ്പെട്ടെന്ന് പറഞ്ഞില്ലേ? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവരൂപത്തിന് മാറ്റം വന്നിട്ടില്ല.
ഹല്ലേലൂയ. വേഷത്തിൽ മാത്രം മനുഷ്യനായി വിളങ്ങി. ഹല്ലേലൂയ. അതാണ് തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ ദൈവത്വത്തിന്റെ ആ ഗാംഭീര്യത്വം ഉണ്ടല്ലോ, ആ ആ പരിവേഷം ഉണ്ടല്ലോ, ഒന്ന് മറച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യെശയ്യാവ് 45:15 വായിക്കണം. അവിടെ കാണാൻ കഴിയുന്നു, യഹോവ മറഞ്ഞിരിക്കുന്ന ദൈവമാണ് സത്യം. അതാണ് ദൈവത്തിന്റെ തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയെന്ന് പറഞ്ഞാൽ ദൈവത്വം മാറ്റിവെച്ചില്ല. അങ്ങനെ ഇരിക്കെ, ദൈവമായിരിക്കെ തന്റെ ഗാംഭീര്യത്തിന്റെ പരിവേഷം മറച്ച് തന്നെത്താൻ ഒഴിച്ചു. അവൻ മറഞ്ഞിരിക്കുന്ന ദൈവമാണ്, യഹോവ മറഞ്ഞിരിക്കുന്ന ദൈവമാണ് സത്യം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തന്റെ അത്യന്ത ശക്തിയും തന്റെ പ്രദർശനവും ഒഴിവാക്കി, അത് മറച്ചു വെച്ചു. ഇവിടേക്ക് കടന്നു വന്നു. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനേ, തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിയിടുന്നു ഞാൻ. തൃപ്പാദം രണ്ടും ചുംബിച്ചിപ്പോൾ വാഴ്ത്തിയിടുന്നു ഞാൻ. തീമോഥെയോസ് 3:16 God was manifest in the flesh. ഹല്ലേലൂയ. കൊലോസ് 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ആത്മാവായ ദൈവത്തെ ദേഹത്തോടുകൂടി ദേഹരൂപത്തിൽ എനിക്ക് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ യേശുവിനെ നോക്കണം. യേശുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു. വേറെ പിതാവിനെ എങ്ങനെ കാണിച്ചു തരുമെന്ന് യേശു ചോദിച്ചിരിക്കുക. അപ്പം വേറെ പിതാവിനെ കാണിച്ചു തരാൻ നടക്കുന്ന കുറച്ച് മാന്യന്മാര് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഹല്ലേലൂയ. അവനിലല്ലോ, യേശുവിലല്ലോ ദൈവത്വത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി. ദൈവത്തിന് ഒരു രൂപമേ ഉള്ളൂ. അവൻ ആത്മരൂപിയായിരിക്കെ ദേഹരൂപത്തിൽ ദൈവത്തെ കാണണമെങ്കിൽ യേശുവിനെ നോക്കണം. പഴയ നിയമകാലത്ത് സമാഗമന കൂടാരത്തിന്റെ അല്ലെങ്കിൽ നിയമപ്പെട്ടകം, ആ നിയമപ്പെട്ടകത്തെ നോക്കിക്കൊണ്ട് യഹോവയെ എഴുന്നേൽക്കണമേ, ഞങ്ങളുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടകം ആയിട്ട് പോകുന്നപ്പോൾ അവർക്ക് യുദ്ധത്തിൽ അവർക്ക് വിജയമുണ്ടായി. അന്ന് പഴയ നിയമകാലത്ത് ആ പെട്ടകത്തെ നോക്കിക്കൊണ്ട് യഹോവയെ എന്ന് ഇസ്രായേൽ ജനം വിളിച്ചുവെങ്കിൽ, ഈ പുതിയ നിയമകാലത്ത് യഹോവയെ എന്ന് വിളിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇതാ ഒരു വലിയ പെട്ടകം, യേശു ക്രിസ്തു എന്ന പെട്ടകം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ദൈവമേ എന്ന് വിളിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവ മറഞ്ഞിരിക്കുന്ന ദൈവമാണ് സത്യം. അവൻ തന്റെ ആ ഗാംഭീര്യത്വം മറച്ചു വെച്ചു. ഹല്ലേലൂയ. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അവൻ ജഡത്തിൽ, ദാവീദിന്റെ റോമലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ജഡപ്രകാരം ദാവീദിന്റെ സന്തതി, ആത്മപ്രകാരം അവൻ ദൈവപുത്രൻ. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ നാം ചിന്തിക്കുന്ന പോലെ ദൈവവും മറ്റൊരു പുത്രനും എന്നല്ല അതിന്റെ അർത്ഥം. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ, നീ ദൈവപുത്രൻ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഞാനാകും. അവര് കല്ലെടുത്തു. യേശു ചോദിച്ചു, നിങ്ങൾ എന്തിനാ കല്ലെടുത്തത്? അവര് പറഞ്ഞു, നീ മനുഷ്യനായിരിക്കും, നിന്നെ തന്നെ ദൈവമാക്കിയതുണ്ട്. അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ യഹൂദന് മനസ്സിലാവുക ദൈവമാണ്. ഏകജാതൻ എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. ഏകൻ,
ഏകനായ ഒരുവൻ, ആ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന ആ ഒരുവൻ ഈ ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ട് വന്നതിനെയാണ് ഏകജാതൻ എന്ന് പറയുന്നത്. ഞങ്ങൾ പലപ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുള്ളതാണ്. ACND-SD ഗ്രൂപ്പിൽ നിങ്ങൾ ഒന്ന് കണ്ണോടിച്ചാൽ എന്റെ മാന്യ സ്നേഹിതരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി അതിനകത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ തന്നെത്താൻ താഴ്ത്തി താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ മരിക്കുവാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് മരണം ആസ്വദിക്കാൻ, അങ്ങനല്ലേ എബ്രായലേഖനം 2:9 പറയുന്നത്, എങ്കിലും കൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചു. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. റോമർ 8:3. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ പാപത്തിന്റെ ശിക്ഷ ഏൽക്കാൻ ഒരു ജഡം ആവശ്യമായിരുന്നു. അതുകൊണ്ട് താൻ തനിക്കായി ഒരു ശരീരം ഒരുക്കി. ആത്മാവായ ഏകദൈവം ഒരു ജഡം തനിക്കായി ഒരു ശരീരം ഒരുക്കി ജഡത്തിൽ ശിക്ഷയേറ്റ് പാപികളായ എന്നെയും നിങ്ങളെയും സ്വർഗീയ സന്തോഷത്തിലേക്ക് എത്തിക്കുവാൻ നാം പാപികളായിരിക്കുകയാണ്. പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുവാൻ. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? സകല മനുഷ്യരും ഒരുപോലെ പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എല്ലാ മനുഷ്യരും പാപികളാണ്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു മനുഷ്യൻ ആവശ്യമാണ്, ഒരു ജഡം ആവശ്യമാണ്, രക്തം ആവശ്യമാണ്. അതുകൊണ്ട് എബ്രായലേഖനം 2:14 പറയുന്നത്, മക്കൾ മനുഷ്യർ ജഡത്തോടും രക്തത്തോടും കൂടിയവനാകൊണ്ട് അവൻ എന്ന് പറഞ്ഞാൽ ആരാ? മക്കളാണ് ജഡവും രക്തവും ഉള്ളവരായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ അവിടെ പിതാവാണ്. ആ പിതാവ് ജഡവും രക്തവും എടുത്ത് ഇവിടെ കടന്നു വന്നു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മരണം ആസ്വദിക്കുവാൻ വേണ്ടി അവൻ തന്നെത്താൻ താഴ്ത്തി. അവൻ ദൈവമെന്ന നിലയിൽ തന്നെ കൊല്ലുവാനോ മരിക്കുവാനോ കഴിയില്ല. അതിന് മരണം ആസ്വദിക്കുവാൻ താൻ ഒരു ജഡമെടുത്തു. ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മഹാത്ഭുതമുണ്ടല്ലോ, അത് വലിയ അത്ഭുതം തന്നെയാണ്. ഹല്ലേലൂയ. എങ്കിലും കൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചു. ദൈവം തന്റെ പുത്രനെ പാപ ജഡത്തിന്റെ സാദൃശ്യത്തിന് പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. യെശയ്യാ 53:5 വായിക്കുമ്പോൾ, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. പ്രിയ സ്നേഹിതരെ, നാം യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. നമ്മുടെ മാനുഷിക ബുദ്ധിയും പ്രമാണവും വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നീ നിഷേധിക്കരുത്. അവൻ ദൈവമാണ് എന്ന് ആവർത്തിച്ച് വിശുദ്ധ ബൈബിൾ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ നീ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് നിന്റെ ഒരു പുത്രത്വം മാത്രം എടുത്ത് യേശുവിന് കൊടുക്കേണ്ട ആരാധന സാത്താനിലൂടെ നിന്നിലൂടെ മാറ്റിക്കളയുവാൻ സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കുക. ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന് മാറ്റമില്ല. യാക്കോബ് 1:17 വായിക്കുമ്പോൾ അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. POC ബൈബിൾ ഒന്നുകൂടെ വ്യക്തമാക്കി നമുക്കത് തരുന്നുണ്ട്. മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ല. മുമ്പ് എങ്ങനെയോ അങ്ങനെ തന്നെ അവൻ ദൈവമായിരിക്കെ അവന് മാറ്റമില്ല, അവന്റെ ദൈവത്വത്തിന് മാറ്റമില്ല.
പക്ഷേ അവൻ വേഷമെടുത്തു, അവൻ ജഡമെടുത്തു പാപത്തിൽ ശിക്ഷ വിധിപ്പാൻ. ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ദുരാത്മാവിന്റെ പ്രവർത്തനം അധികം മുൻപോട്ട് പോകുകയില്ല, വിജയിക്കില്ല. ആയിരങ്ങൾ യേശുവിലേക്ക്, യേശു ക്രിസ്തു മഹാദൈവം, അവനാണ് എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയത്, അവനെയാണ് ആരാധിക്കേണ്ടതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന കാലം ഇതാ ആസന്നമായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവന്റെ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട സംഗതിയാണ്. തന്റെ ദൈവത്വത്തിൽ തന്നെ ആണ് നിലകൊള്ളുന്നത്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 22:16 ഞാൻ ആദ്യം പ്രാരംഭത്തിൽ പറഞ്ഞുവല്ലോ. ദാവീദിന്റെ പേരും ദാവീദിന്റെ വംശവും വേരെപ്പോഴും മണ്ണിനടിയില്ല. അതാർക്കും കാണത്തില്ല. കാണാവുന്ന വേരൊക്കെ ചിലത് പൊങ്ങി നിൽക്കുന്നുണ്ട്, അത് സ്വാഭാവികമാണ്. എങ്കിലും വേരെപ്പോഴും മണ്ണിന്റെ അടിയിൽ, തായ് വേര് മണ്ണിനടിയിലേക്ക് പോകും. അതിൽ നിന്നാണ് ഈ വൃക്ഷം മുളച്ചു വരുന്നത്, അതിൽ നിന്നാണ് ഫലം കായ്ക്കുന്നത്. അപ്പം വേരും കൊമ്പും എന്ന് പറഞ്ഞാൽ അപ്പനും മോനും എന്നതിന്റെ അർത്ഥം. യാതൊരു സംശയമില്ല. ദാവീദിന്റെ അപ്പൻ തന്നെയാണ് ദാവീദിന്റെ കൊമ്പായി വന്നിരിക്കുന്നത്. ഈ വേരും ഈ കൊമ്പും രണ്ടല്ല, ഇത് രണ്ടല്ല. ഈ വേരിൽ നിന്ന് തന്നെ മുളച്ചു വന്നതാണ് ഈ കൊമ്പുകൾ. ഇത് രണ്ടും ഒന്നാണ്. ഒന്ന് വേരെന്ന് പറഞ്ഞാൽ അവന്റെ ദൈവത്വം. ദൈവം അദൃശ്യനാണ്. അദൃശ്യനായ ദൈവത്വം, അദൃശ്യനായ ദൈവത്വത്തിൽ നിന്ന് മുളച്ചു വന്ന ദൃശ്യരൂപമാണ് യേശു ക്രിസ്തു. അവൻ തന്നെ അപ്പൻ, അവൻ തന്നെ മകൻ. വിശ്വസിക്കുവാൻ നിനക്ക് പറ്റുമെങ്കിൽ വിശ്വസിക്ക്. നീ കർത്താവായ യേശു മഹാദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ദൈവസ്ഥാനത്തിൽ മുഴങ്കാൽ മടക്കുന്നില്ലെങ്കിൽ നാളെ നീ മുഴങ്കാൽ മടക്കേണ്ടി വരും. ആ സ്വർലോകങ്ങളുടെയും ഭൂലോകങ്ങളുടെയും അധോലോകങ്ങളുടെയും സകല മുഴങ്കാലും സർവശക്തനായ ദൈവമായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഒരു ദിവസം മടങ്ങും. അന്ന് മടങ്ങുന്നത് നിന്റെ നാശത്തിന് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് രക്ഷയ്ക്കുള്ള ഈ സന്ദർഭം, രക്ഷപ്പെടുവാനുള്ള ഈ ആയുസ് നീ അത് വൃഥാവാക്കി യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ട് യേശുവിനെ ആരാധിക്കേണ്ട ജനത്തെ അതിന് ഘടകവിരുദ്ധമായി, ആ യേശു ക്രിസ്തുവിനെ ആരാധിക്കേണ്ട ആരാധനയ്ക്ക് ഘടകവിരുദ്ധമായി നിൽക്കരുത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി, യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ചുകൊണ്ട് ഈ ആയുസ് മുൻപോട്ട് പോകുവാൻ ദൈവം എല്ലാവർക്കും ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.